പുത്തുമലയിലെ ഹാരിസൺ എസ്റ്റേറ്റിൽ ദുരന്തത്തിൽ മരിച്ചവരെ സംസ്കരിക്കാനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി ആസിഫ് മുഹമ്മദാണ് ചേരുന്നത്. ആസിഫ്, സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചോ? എന്താണ് ഏറ്റവും പുതിയ വിവരം? കുഴപ്പമില്ല. നയന, സംസ്കാര ചടങ്ങുകളിലേക്ക് കടന്നിട്ടില്ല. ഇവിടെ ഇപ്പോഴും അതിൻ്റെ കുഴിമാടങ്ങൾ ഒരുക്കുന്ന നടപടികളാണ്. ഇവിടെ 64 സെൻറ്റ് സ്ഥലത്താണ് ഇപ്പോൾ ഈ കുഴിമാടങ്ങൾ ഒരുങ്ങിക്കൊണ്ട് ഇരിക്കുന്നത്. നമുക്കറിയാം, തിരിച്ചറിയാത്ത ആളുകളുണ്ട്. അതുപോലെ തന്നെ ഈ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളായി മാത്രം ലഭിച്ചവയുണ്ട്. അവയെല്ലാം ഇത്തരത്തിൽ നമ്മൾ ഇന്ന് ഇവിടെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു പ്രദേശത്ത് കുഴിമാടങ്ങൾ ഒരുക്കിക്കൊണ്ട് അടക്കുക എന്നുള്ള സംസ്കരിക്കുക എന്നുള്ള ഒരു നടപടികളിലേക്കാണ് പോകുന്നത്. അതിനുള്ള കുഴിമാടങ്ങളാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ 7 കുഴിമാടങ്ങൾ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. സന്നദ്ധ സേവന സംഘടനാ പ്രവർത്തകർ തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഇതിന് മുമ്പിലുള്ളത്. SKSFിൻ്റെയും യൂത്ത് കെയറിൻ്റെയും DYFIയുടെയും അതുപോലെ തന്നെ വൈറ്റ് ഗാർഡിൻ്റെയും യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡിൻ്റെയും അടക്കമുള്ള പ്രവർത്തകർ ഈ ഒരു ഭൂമിയിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇത്തരത്തിലൊരു കബറിടങ്ങൾ ഒരുക്കാനുള്ള നടപടികൾ ഉണ്ടാകാനുള്ള തീരുമാനമുണ്ടായപ്പോൾ മുതൽ തന്നെ അവർ ഇതിന് സജീവമായി ഉണ്ട്. JCB ഉണ്ട്, മണ്ണ് മാറ്റുന്നു. അതോടൊപ്പം തന്നെ ഈ മണ്ണ് മാറ്റിയിടുമ്പോൾ തന്നെ ഇത് പിന്നീട് ഇടിഞ്ഞു പോകാതിരിക്കാൻ ഈ സമീപ പ്രദേശങ്ങളടക്കം ഉറപ്പിക്കുന്ന നടപടികളടക്കം ഇപ്പോൾ ഇവരാണ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ആ ഒരു നടപടികളാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത്. ഈ ഒരു പ്രദേശത്ത് ഏകദേശം 64 സെൻറ്റ് സ്ഥലത്താണ് ഇപ്പോൾ ഈ ഒരു കുഴിമാടങ്ങൾ ഒരുക്കുന്നത്. പുത്തുമലയിൽ ഇതിനു മുമ്പ് ഉരുൾപൊട്ടലുണ്ടായ ഒലിച്ചു വന്ന പ്രദേശത്ത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കുഴിമാടങ്ങൾ തയ്യാറായിക്കൊണ്ട് ഇരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും സർവ്വമത പ്രാർത്ഥനയോടെ അടക്കമായിരിക്കും ഈ ഒരു പ്രദേശങ്ങളിൽ ഈ കുഴിമാടം ഒരുക്കിയതിന് ശേഷം നമുക്ക് പിന്നീട് ഈ കുഴിമാടങ്ങളിലേക്ക് സംസ്കാരമടക്കമുള്ള ചടങ്ങുകളിലേക്ക് കടക്കുക. അല്പസമയത്തിനകം തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ നമ്മൾ എത്ര മൃതദേഹങ്ങൾ എത്തിക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു ഫൈനൽ തീരുമാനമായി വരുന്നതേ ഉള്ളൂ. കാരണം തിരിച്ചറിയാത്ത കുറച്ചധികം മൃതദേഹങ്ങളുണ്ട്. അത് ഈ ഒരു പ്രദേശത്തേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് മറമാടുക എന്ന ഒരു നിലപാടിലേക്കാണ് പോയിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഇനി ബന്ധുക്കളടക്കം ആവശ്യപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞങ്ങൾക്ക് മതപരമായ ചടങ്ങുകൾ നടത്താനുള്ള ഒരു അവസരം ഒരുക്കി തരണം എന്നുള്ള ഒരു കാര്യമുണ്ട്. കാരണം ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയാണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ആകെ ചെയ്യാൻ കഴിയുന്നത് അതിന് മതപരമായ ചടങ്ങുകൾ കൂടി നിറവേറ്റുക എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ എല്ലാ തരത്തിലും 3 മതങ്ങളുടെയും പ്രാർത്ഥനകൾ കൂടി നടത്തിയതിന് ശേഷം ഈ മൃതദേഹങ്ങൾ ഇത്തരത്തിൽ സംസ്കരിക്കാനുള്ള തീരുമാനം ഉണ്ടാകുന്നത്.